വ്യായാമത്തിലൂടെ ഷുഗറിനെ മാറ്റാൻ പറ്റുമെന്നാണ് ചോദ്യം. വ്യായാമമില്ലാതെ ഷുഗറിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് ഉത്തരം. കാരണം ഷുഗറിന്റെ പ്രധാന കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും, രണ്ട്, വ്യായാമത്തിന്റെ കുറവും. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഇല്ലാതെയാക്കിയാൽ കാര്യമായിട്ടുള്ള ഷുഗർ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് നമ്മളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ധാരാളം ചോറുണ്ടിരുന്നു. നിന്ന് കഴിക്കുന്നതിന്റെ 1-2 ഇരട്ടി ചോറുണ്ടിരുന്നു. അതുപോലെ കപ്പയും മീനും ഇങ്ങനെ അനവധി സാധനങ്ങൾ അവർ കഴിച്ചിരുന്നു. ചേമ്പും ചേനയൊക്കെ കഴിച്ചിരുന്നു. എല്ലാം ഷുഗറുള്ള സാധനങ്ങളാണ്. പക്ഷെ അവർക്ക് ഇന്നുള്ളതിന്റെ 100-1 പേർക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമത്തിൽ 1-2 പേരായിരുന്നു പ്രമേഹമുള്ളവര്. ഇന്ന് ഒരു വീട്ടില് 1-2 പേരുണ്ടെന്ന് മനസ്സിലാക്കണം. അവര് അതിനനുസരിച്ച് അധ്വാനിച്ചിരുന്നു. ഈ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമ്മൾ ബെഡിലേക്ക് വരുന്ന ഷുഗറിനെ അവര് ചെലവ് ചെയ്തിരുന്നു. കാരണം അന്ന് ഓടും, ചാടും, മരത്തെ കയറും, മല കയറും, മുറ്റമടിക്കും, കിളയ്ക്കും, ഉഴുവും, ഇങ്ങനെ പലതരത്തിലുള്ള പണികൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങനെ ശാരീരികമായ ഈ അധ്വാനത്തിനൊക്കെ ഈ ഊർജത്തെ ചെലവഴിച്ചിരുന്നു. അപ്പൊ അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ സംഭരിക്കേണ്ട ആവശ്യം ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇൻസുലിന്റെ ചെലവ് കുറവായിരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ നോക്കിയ ഭായിമാർ നമ്മുടെ നാട്ടിൽ ധാരാളം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഹിന്ദിക്കാരുടെ ഭായിമാരൊക്കെ ഉണ്ട്. അവർക്ക് നമുക്കുള്ളതിന്റെ ഒരു 100-1 പേർക്കേ ഷുഗർ ഉള്ളൂ. നമ്മൾ കഴിക്കേണ്ട ഇരട്ടി അവർ 8-10 ചപ്പാത്തി പലരും കഴിക്കും. പക്ഷെ അവർക്ക് നമ്മളിപ്പോൾ ഉള്ളതിന് ഷുഗർ വരുന്നില്ല. അതിന്റെ കാരണം അവർ അധ്വാനിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങള് ചോറുണ്ണുന്നത് കൊണ്ട് മാത്രമല്ല പ്രമേഹം ഉണ്ടാവണത്, അധ്വാനിക്കാത്തതുകൊണ്ടാണ്, ശരീരത്തിന് ആയാസം കിട്ടാത്തതുകൊണ്ടാണ്, വ്യായാമം കിട്ടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആശുപത്രികൾ കയറി ഇറങ്ങി നടന്ന് വിഷമിക്കാതെ കുറച്ച് വ്യായാമം ചെയ്താല് ഒരു പരിധി വരെ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിന്റെ ഒരു പ്രധാന കാരണം, നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ സാധനത്തിന്റെ അപ്രോക്സിമേറ്റ് ഒരു 20-25% ലിവറിൽ സ്റ്റോർ ചെയ്യുക ചെയ്യണത്. ഒരു 5% നമ്മളുടെ ബ്ലഡില് അത് എപ്പോഴും ഉണ്ടാവും, അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഏതാണ്ട് 70% നമ്മളുടെ മസിലുകളിലെ സ്റ്റോർ ചെയ്യണത്. അപ്പൊ മസിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, മസിൽ ഉണ്ടെങ്കിൽ മാത്രമേ, മസിലിനിടയ്ക്ക് ഇടയുണ്ടെങ്കിൽ മാത്രമേ ഈ ആഹാരത്തിൽ നിന്നുള്ള ഈ ഗ്ലൂക്കോസിനെ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മസിൽ ഇല്ലെങ്കിൽ സംഭവിക്കും, മസിൽ ഇല്ലെങ്കിൽ അത് ബ്ലഡിൽ തന്നെ കുമിഞ്ഞുകൂടും. അപ്പോൾ രക്തത്തിൽ ഷുഗർ കുമിഞ്ഞു കൂടിയാൽ അതിനെയാണ് നമ്മൾ ഷുഗറിന്റെ രോഗം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് വൃക്കകളിനെ അരിച്ച് പുറത്തു കളയേണ്ടത്. അതുകൊണ്ട് വ്യായാമം ചെയ്ത് മസിൽ കൂടുതലുണ്ടായാൽ കൂടുതൽ സ്റ്റോറിങ് കപ്പാസിറ്റി വർദ്ധിക്കും. അപ്പൊ ബ്ലഡിലെ ഷുഗർ കുറയും. ഒന്ന്. രണ്ടാമത്, നമ്മൾ കഴിച്ച ആഹാരത്തിൽ ശരീരത്തിലേക്ക് വരുന്ന ഈ ഗ്ലൂക്കോസ് ഊർജമായി തീരുക ചെയ്യണം. ഓരോരോ അധ്വാനിക്കുമ്പോൾ, ഓരോ പണി ചെയ്യുമ്പോൾ ഇത് ഊർജമായി തീരുക ചെയ്യണത്. അപ്പൊ പിന്നെ ഇത് സംഭരിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻസുലിന്റെ ആവശ്യം കുറഞ്ഞു വരും. ഇതിന് പകരം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിൽ കുറവില്ല, താനും അധ്വാനത്തിൽ കുറവും വന്നു. അതുകൊണ്ടാണ് ഇത്രയധികം മലയാളികള് പ്രമേഹ രോഗികളാവാൻ ഇടവന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ വ്യായാമം തന്നെയാണ് പരിഹാരം എന്ന് കണ്ടെത്തണം. മറ്റൊരു വിഷയം, നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമ്മളുടെ ദഹനേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് ബ്ലഡിലേക്ക് വരുന്ന ഷുഗർ അത് സെല്ലുകളിൽ എത്തിച്ചേരണം, കോശങ്ങളിൽ. അതുപോലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും സെല്ലുകളിൽ എത്തിച്ചേരണം. എങ്കിൽ മാത്രമാണ് ഈ സെല്ലുകളുടെ ഡോറ് തുറന്ന് ഗ്ലൂക്കോസിനകത്ത് കയറാനും അതിന്റെ മെറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ വ്യായാമം കരിയായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് സർക്കുലേഷൻ കുറയും, രക്തസഞ്ചാരം കുറയും. അതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും, ഗ്ലൂക്കോസ് ആയാലും ഇൻസുലിൻ ആയാലും,
ശരീരത്തിന്റെ വിനിമയം, അതിന്റെ സപ്ലൈ കൃത്യമായിട്ട് നടക്കാതെ വരും. അപ്പോൾ നമ്മളെ ഹൈപ്പർ ഇൻസുലിനിയ, ഹൈപ്പർ ഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് കൂടിയ ബ്ലഡ്, ഇൻസുലിൻ കൂടിയ ബ്ലഡ് സെല്ലുകൾക്ക് കിട്ടാത്ത അവസ്ഥ. അപ്പോഴാണ് നമ്മൾ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. ബ്ലഡിൽ ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, വൃക്കളെ എരിച്ച് പുറത്തു കളയും. അതുപോലെ സാർക്കോപ്പീനിയ, മസിൽ ലോസ് വരും. ഇങ്ങനെ ഊർജം കിട്ടാണ്ട് വരുമ്പോൾ മസിലിൽ നിന്നെടുത്തിട്ട് ലിവർ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ മസിൽ ശോഷിച്ചു വരും. അതാണ് പ്രമേഹം വളരെ മെലിഞ്ഞു വരേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ വ്യായാമത്തിന്റെ കുറവാണ്. വ്യായാമത്തിലൂടെ ഈ 3 പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രമേഹത്തെ വളരെ ഫലപ്രദമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഒരു പരിധിവരെ പ്രമേഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഗുളികകളും മരുന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. എന്ത് ചെയ്യണം? ഒന്ന്, ആഹാരത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക. മറ്റ് പോഷകങ്ങള് ആവശ്യത്തിന് ഉണ്ടാവുക, അതിനകത്തൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരിക. മറ്റൊന്ന്, 1 മണിക്കൂർ നേരം വ്യായാമം ചെയ്യുക. 1 മണിക്കൂർ നേരമെങ്കിലും ഓരോ ആളുകളും അവരുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ വളരെ ഒരു ചിട്ടയോടെ ജീവിതത്തിലേക്ക് വന്നാല് ഈ ഷുഗർ എന്ന സൈലന്റ് കില്ലറിൽ നിന്ന്, ഈ രോഗരാക്ഷസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ എന്ത് വ്യായാമം ചെയ്യുന്നു, എല്ലാ വ്യായാമവും നല്ലതാണ്. ഒരു വ്യായാമം മോശാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ഏറ്റവും, ഞാനൊരു യോഗ അധ്യാപകനാണ്, യോഗ കൂടുതൽ അറിവുണ്ടാണെന്ന് പറയുന്നത് ഏറ്റവും നല്ലത് യോഗാസനങ്ങളാണ്. അതുകൊണ്ടുള്ള ഒന്ന്, ശരീരത്തിൽ സമഗ്രമായിട്ടുള്ള വ്യായാമം കിട്ടും. എൻഡോക്രൈൻ സിസ്റ്റം, നമ്മളുടെ അന്തഃസ്രാവി ഗ്രന്ഥി വ്യവസ്ഥ കൃത്യമായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കും. പ്രാണായാമത്തിലൂടെ ശ്വാസവിനിമയം കൃത്യമായിട്ട് നടക്കും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക്, അതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. കാര്യമായിട്ട് പണം മുടക്കില്ല, ഉപകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യായാമമാണ്. അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യോഗ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂട്ടാൻ സാധിക്കും. ഞാനിത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് 100 കണക്കിന് ആളുകളെ ഇത് പഠിപ്പിച്ച് അവരെ ഷുഗർ കുറയ്ക്കും, ഷുഗർ മാറ്റുകയും ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഷുഗർ മാത്രമല്ല, ഷുഗർ റിലേറ്റഡ് ഡിസീസിലും കുറഞ്ഞു വരും. അനുബന്ധ രോഗങ്ങൾ, അതും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ സാറേ, ഞാൻ നടക്കുന്നുണ്ട് 6 കിലോമീറ്റർ, നടന്നിട്ട് മാത്രം കാര്യമില്ല. നടക്കൽ ഒരു പൂർണ്ണ വ്യായാമമല്ല. നടക്കുന്ന ആർക്കിയിൽ പോയിട്ട് മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ. അതുപോലെ ചില പറയും, സാറേ രാവിലെ തൊട്ട് അധ്വാനാണ്, വീട്ടിലെ 100 കൂട്ടം പണികളുണ്ട്. ഈ 100 കൂട്ടം നിങ്ങൾ പണി ചെയ്യുമ്പോഴും ശരീരത്തിന് സമഗ്രമായ വ്യായാമം കിട്ടുന്നില്ല. ഓരോ ഇന്റേണൽ ഓർഗൻസിന് വ്യായാമം കിട്ടണം. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് മുഴുവൻ വ്യായാമം കിട്ടണം. നാടികൾക്ക് കിട്ടണം, ഞരമ്പുകൾക്ക് കിട്ടണം, ജോയിന്റുകളെ പുറത്ത് നടക്കണം. ഇതെല്ലാം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ പ്രയോജനം കിട്ടുള്ളൂ. അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വ്യായാമ സിസ്റ്റത്തിലേക്ക് വരണം. അത് പലരും പറയും, സാർ എനിക്ക് 70 വയസ്സോ 80 വയസ്സോ 90 വയസ്സോ ആയാൽ നിങ്ങൾക്ക് 100 വയസ്സ് കഴിഞ്ഞ് മരിക്കാൻ പോവാണ്, നാളെങ്കിലും ഇത് ചെയ്യാവുന്ന വ്യായാമമുണ്ട്. അപ്പൊ എത്ര പ്രായമായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടെങ്കിലും അതിനടിസ്ഥാനത്തിൽ നമുക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കും. അറിയാവുന്ന ആളിന് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്തിട്ട് അത്രയും നമുക്ക് അസ്വസ്ഥത കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം വ്യായാമം ചെയ്യുന്നു അത്രത്തോളം അസ്വസ്ഥയും നാളെ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളും കുറച്ചുകൊണ്ടാൻ സാധിക്കും. ബ്ലഡിലെ ഷുഗറും കുറച്ചുകൊണ്ടാൻ സാധിക്കും. ഇതാണ് ഞങ്ങള് കഴിഞ്ഞ ഇതിനു വേണ്ടി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. രാവിലെ വേണ്ടി ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ധാരാളം പേര് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഈ ഷുഗറും അതുപോലെ അനുബന്ധ രോഗവും കുറച്ചു കൊണ്ടുവന്നുണ്ട്. അതിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വ്യായാമത്തിലൂടെ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, മരുന്നുകൾ കുറയ്ക്കാൻ സാധിക്കും, മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കും. വ്യായാമം ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. നമ്മൾ ഏത് വലിയ ആശുപത്രി പോയി എത്ര മരുന്ന്, ഞാൻ മരുന്നിനും ആശുപത്രിയോ ഡോക്ടറെ കുറ്റം പറയല്ല, കഴിച്ചാലും ഇത് പെരി വരിക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായ ഒരു വ്യായാമ സമ്പ്രദായത്തിൽ നിങ്ങൾ എല്ലാവരും വരണം. ആരോഗ്യത്തോടെ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.